and welcome to Sara's Herbs and Spices. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുഗളൈ ചിക്കനാണ്. മുഗളൈ ചിക്കൻ എന്ന് പറയുന്ന ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് വളരെ റിച്ച് ആൻഡ് ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ഡിഷാണെന്ന്. അതനുസരിച്ച് നമ്മൾ നട്ട്സ്, ക്രീം ഇതൊക്കെ ഇട്ടാണ് ഈ ചിക്കൻ ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 1 കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ വിനാഗിരി ഉപ്പും ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം. അതിനായി നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, അരമുറി നാരങ്ങ നീരെടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതൊരു 1/2 ടീസ്പൂണുണ്ട്, മുളക് പൊടി 1 ടീസ്പൂണുണ്ട്, പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, അതൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ഒരു 15 മിനിറ്റ്സ് മാറ്റി വെക്കാം. നല്ലവണ്ണം കൈകൊണ്ട് തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മസാലയെല്ലാം നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കാം ഈ ചിക്കനിലേക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചിക്കൻ മാറ്റി വെക്കാം. മുഗളൈ ചിക്കന് ആവശ്യമായ സവാള നമുക്ക് ഈ സമയത്ത് വറുത്തെടുക്കാം. അതിനായി കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം നമുക്ക് സവാള കനം കുറച്ച് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇത് ഞാനൊരു 3 മീഡിയം സവാള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ വറുത്തെടുക്കാം. ഇത് നമുക്കൊരു മീഡിയം ഫയറിൽ ഇട്ട് നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ വറുത്ത് കോരാം. ഇപ്പോൾ ഉള്ളിയെല്ലാം ബ്രൗൺ ആയിട്ടുണ്ട്, ഞാനിത് കോരിയിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. സവാള വറുത്തതിന് ശേഷം നമ്മൾ ഒരു പൊടി കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ കുറച്ച് ആൽമണ്ട്സ് കൂടി വറുത്തെടുക്കാം. ലൈറ്റായിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇത് കാഷ്യൂസും ആൽമണ്ട്സും ഇപ്പോൾ ലൈറ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂ നട്ട്സും അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഒരു മിക്സിയിലേക്ക് ഇടാൻ പോവാണ്. വറുത്ത ഉള്ളി മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 കപ്പ് തൈര്, വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും അതോടെ ഇട്ട് കൊടുക്കാം. ഇത് അരയ്ക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ ഗരം മസാല ഇടാം. ഇത് ഏലക്ക, കറുവ, പട്ട എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 5-6 ഗ്രീൻ ചില്ലിയും ഇടണേ. മാരിനേറ്റഡ് ചിക്കൻ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഷാലോ ഫ്രൈ ചെയ്യാം.
3-4 മിനിറ്റ് ഇത് ഷാലോ ഫ്രൈ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. നാലഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് കോരി മാറ്റാം. റിമൈനിങ് ഓയിലിലോട്ട് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഇത്രയും ഇട്ട് നല്ലവണ്ണം വഴറ്റാം. ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ്, നട്ട്സിൻ്റെയും ആണിയൻസിൻ്റെയും എല്ലാം പേസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലവണ്ണം വഴറ്റാം. നമുക്കിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നീട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ചിക്കൻ കുക്ക് ചെയ്യാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസ് ഈ സമയം ഇതിനകത്തോട്ട് ഇടാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ചിക്കൻ കുക്കാവുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മുഗളൈ ചിക്കൻ ആണല്ലോ, അപ്പോൾ പറഞ്ഞ പോലെ എന്താണേലും നല്ലൊരു റിച്ച് ഫ്ലേവറാണ്. അപ്പോൾ ഇത് നെയ്യ് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത സമയത്തൊന്നും നെയ്യ് ആഡ് ചെയ്തില്ല. ഇനി നമുക്ക് അടച്ചു വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ കുക്കായൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അത് വെന്തോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റിൽ ഇതിനകത്ത് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ക്രീം അത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള അത്രയും ഇടാം. ഞാനിപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ റിച്ച് ആയിട്ടുണ്ട് കറി. നല്ല ടേസ്റ്റും നല്ല മണമൊക്കെയുള്ള ഒരു മുഗളൈ ചിക്കനാണിത്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. ഗാർണിഷ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഒരു നുള്ള ഗരം മസാല കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇടാഞ്ഞത് ഇതിനാവശ്യത്തിന് ഗരം മസാലയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സൂപ്പർ ഡെലിഷ്യസ് മുഗളൈ ചിക്കൻ റെഡി ആയിരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കരുതേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാനായി അഭ്യർത്ഥിക്കുന്നു. Thank you so long for your support, all of you. Keep watching Sara's Herbs and Spices. Thank you once again. Thank you.